ബേക്കൽ കോട്ട ഉൾപ്പെടുന്ന ഉദുമ മണ്ഡലം നിലനിർത്താനാകുമെന്ന ഉറച്ച പ്രതീക്ഷ ഇത്തവണ ഇടതുമുന്നണിക്കുണ്ട്. UDF സ്ഥാനാർത്ഥി CH കുഞ്ഞമ്പു തന്റെ വിജയ പ്രതീക്ഷകൾ പങ്കുവച്ചു. ലോക ടൂറിസം ഭൂപടത്തിൽ ഇടം നേടിയ ബേക്കൽ കോട്ട ഉൾപ്പെടുന്ന മണ്ഡലമാണ് ഉദുമ. സംസ്ഥാന സർക്കാരിന്റെ വികസന നേട്ടങ്ങളും അതോടൊപ്പം മണ്ഡലത്തിൽ നടപ്പാക്കിയ വികസന പ്രവർത്തനങ്ങളും ചൂണ്ടിക്കാട്ടിയാണ് LDF ഇത്തവണ വീണ്ടും CH കുഞ്ഞമ്പു MLA ജനവിധി തേടുന്നത്. ഏതായാലും CH കുഞ്ഞമ്പു തന്നെ നമ്മളോടൊപ്പം ചേരുന്നു. എന്താണ് മണ്ഡലത്തിൻ്റെ നിലവിലെ അവസ്ഥ? വീണ്ടും ഉദുമയിൽ മത്സരിക്കാൻ ഇറങ്ങുമ്പോൾ മത്സരിക്കാൻ ഇറങ്ങുമ്പോൾ നല്ല പ്രതീക്ഷയാണുള്ളത്. കാരണം കഴിഞ്ഞ 5 വർഷക്കാലം ഉദുമ മണ്ഡലക്കാരെ സംബന്ധിച്ച് ഒരു ഹാപ്പിനെസ്സിൻ്റെ കാലമാണ്. വികസന പ്രവർത്തനം, ക്ഷേമ പ്രവർത്തനം, അതുപോലെ തന്നെ ആഘോഷങ്ങൾ എല്ലാം കൊണ്ടും വളരെ സന്തോഷകരമായ കുറേ വർഷങ്ങളാണ് നമുക്ക് കിട്ടിയത്. 1-2 പിണറായി സർക്കാരിൻ്റെ കാലമെന്ന് പറയുന്നത് വികസനങ്ങളുടെ കുതിപ്പുണ്ടായ ഒരു കാലമാണ്, അഥവാ വികസന വിപ്ലവം നടന്നൊരു കാലമാണ്. അത് ചരിത്രത്തിൽ അതിൻ്റെ സ്ഥാനം ചെറുതല്ല. രാഷ്ട്രീയമായി എന്ത് പറഞ്ഞാലും ഇതൊരു യാഥാർത്ഥ്യം അവിടെ ഉണ്ടല്ലോ. അതിൻ്റെ ഒരു സ്വാധീനം അഥവാ അതിൻ്റെ ഒരു അളവ് ഉദുമയിലെത്തുമ്പോൾ അത് എത്രയോ ഇരട്ടിയായി. വികസന പ്രവർത്തനങ്ങൾ കഴിഞ്ഞ 10 കൊല്ലം കൊണ്ട് ഒരു 5-6,000 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ്. 5,000-6,000 5-6 ഇടയിലുള്ള ആയിരക്കണക്കിന് കോടി രൂപയുടെ വികസനമാണ് ഇവിടെ നടക്കുന്നത്. ഇപ്പോൾ ഈ 5 വർഷം കൊണ്ട് MLA എന്നല്ല ഞാൻ വന്നതിന് ശേഷം 1,551 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾക്ക് ഭരണാനുമതി, സാങ്കേതിക അനുമതി, ടെൻഡർ നടപടികൾ പൂർത്തിയായിട്ട് പോയിട്ടുണ്ട്. ഇപ്പോൾ എല്ലാം ഓൺ ഗോയിങ് ആണ്. അപ്പോൾ അത് ജനങ്ങളുടെ എല്ലാ ഗ്രാമത്തിലുണ്ട്. പാലങ്ങൾ, റോഡുകൾ, സ്കൂൾ കെട്ടിടങ്ങൾ, ആശുപത്രി കെട്ടിടങ്ങൾ, പ്ലേ ഗ്രൗണ്ടുകൾ, അതുപോലെ തന്നെ കുടിവെള്ള പദ്ധതി, ഇതെല്ലാം ഇങ്ങനെ നാനാ വിഭാഗത്തിൽപ്പെട്ട പദ്ധതികളാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ വികസനത്തിലാണ് വോട്ട്. ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ നമ്മൾ അല്പം പിന്നോട്ട് പോയൊരു സാഹചര്യമുണ്ട്. അത് ഏതെങ്കിലും തരത്തിലൊരു വെല്ലുവിളി ഉയർത്തുന്നു? ഇല്ല. എന്തുകൊണ്ടറിയോ, കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ 13,322 വോട്ട് എനിക്ക് ഭൂരിപക്ഷമുണ്ട്. അന്നും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് കുറവായിരുന്നു, ഗണ്യമായ കുറവായിരുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പിലും കുറവായിരുന്നു. ഇത്തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കുറച്ച് വോട്ട് കുറവുണ്ട്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ അത് സമാസമമായി. ചെറിയ വ്യത്യാസം അപ്പുറപ്പുള്ളൂ. ഞങ്ങളാണ് മുമ്പിൽ നിൽക്കുന്നത്. അപ്പോഴും അവർ ഇപ്പോൾ പറയുന്ന കണക്കത്ത ശരിയില്ല, ഞങ്ങളാണ് മുമ്പിൽ നിൽക്കുന്നത്. അത് ഒരു ചെറിയ വോട്ടാണെങ്കിലും ഞങ്ങൾ മുമ്പിൽ നിൽക്കുന്നതാണ് ഒന്ന്. ഇനി അത് നോക്കണ്ട. അസംബ്ലി തെരഞ്ഞെടുപ്പിൽ എന്ന് പറഞ്ഞാൽ അസംബ്ലിയാണ്. അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ഇത്തവണ ഉദുമ മണ്ഡലത്തിൽ ചരിത്ര വിജയം നേടും. കഴിഞ്ഞ തവണ കിട്ടിയതിൻ്റെ ഇരട്ടി വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിന് ഞങ്ങൾ വിജയിക്കും. നമുക്ക് പ്രധാനമായും ഏതെങ്കിലും പദ്ധതികൾ തുടങ്ങി വെച്ച പദ്ധതികൾ അത് പൂർത്തീകരിക്കേണ്ടതുണ്ടോ? പ്രത്യേകിച്ച് ഭരണ തുടർച്ച അല്ലെങ്കിൽ വീണ്ടും MLA ആകുമ്പോൾ അത്രയും പ്രവർത്തികൾക്ക് എളുപ്പമാവില്ല. അങ്ങനെ ഏതെങ്കിലും പ്രവൃത്തി നിരവധി ഞാൻ പറയാം. ചട്ടഞ്ചാൽ ഗവൺമെൻറ് ആശുപത്രി, ടാറ്റ ആശുപത്രി നിന്ന സ്ഥലത്ത് അത് ഞങ്ങൾ പ്രോജക്റ്റ് കൊടുത്തു. 30 കോടി രൂപ നമുക്ക് അനുവദിച്ചു. അവിടെ തറക്കല്ലിട്ട് പ്രവൃത്തി തുടങ്ങി. അവിടെ എന്താ സംഭവിക്കാൻ പോകുന്നത്? ടാറ്റ ആശുപത്രി നിലനിന്ന സ്ഥലത്ത് ഇപ്പോൾ ഒരു പുതിയ ഗവൺമെൻറ് ഹോസ്പിറ്റൽ ചട്ടഞ്ചാൽ വരാൻ വേണ്ടി പോകണം. ക്രിട്ടിക്കൽ കെയർ യൂണിറ്റ് എന്നാൽ അതിൽ 50 ബെഡുള്ള ഉണ്ട്, ICU ഉണ്ട്, ലേബർ റൂമുണ്ട്. ശരിക്കും പറഞ്ഞാൽ ജില്ലാ ആശുപത്രിക്ക് സമാനമായ ഒരു ആശുപത്രിയാണ് വരാൻ പോകുന്നത്. ഇതൊക്കെ പറയുമ്പോഴും ലക്ഷ്യ ക്യാമ്പിൽ ഉൾപ്പെടെ കോൺഗ്രസ് വലിയ പ്രതീക്ഷ വെച്ച് പുലർത്തുന്നുണ്ട് ഉദുമ ഇത്തവണ പിടിച്ചെടുക്കാനാവുമെന്ന്. അത് എങ്ങനെയാണ് കാണുന്നത്? എക്കാലത്തും അവർ പറയാറുണ്ട് ഉദുമ ഞങ്ങൾ പിടിക്കുന്നു. ഒരു ഘട്ടത്തിൽ പറഞ്ഞു പുലി ഇറങ്ങിയിരിക്കുന്നു, ഉദുമ ഞങ്ങൾ കൊണ്ട് പോകുന്നതാണ്. പുലി അവസാനം എലിയായിട്ട് പോയി, പൂച്ചയായിട്ട് പോയി. അപ്പോൾ അതൊന്നും നടക്കുന്നതല്ല. ഉദുമ LDFൻ്റെ ശക്തി കേന്ദ്രങ്ങളിലൊന്നാണ്. 3.5 പതിറ്റാണ്ട് കാലമായി LDFനൊപ്പം നിൽക്കുന്ന ഇടത് മനസ്സാണ് ഉദുമക്കുള്ളത്. അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ജനങ്ങളെ ഞങ്ങൾക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്, അവർക്ക് ഞങ്ങളെയും വിശ്വാസമുണ്ട്. ഞങ്ങൾ വൻ ഭൂരിപക്ഷത്തോടു കൂടി ഇവിടെ ജയിക്കും. എന്തായാലും വൻ ഭൂരിപക്ഷത്തോടു കൂടി തന്നെ ഇത്തവണയും വിജയിക്കുമെന്ന് തന്നെയാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. KB ബൈജു, News 18, കാസർഗോഡ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.